അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും ആഗോള ഊർജ വിപണിയിലും അതീവ തന്ത്രപ്രധാനമായ സ്ഥാനമുള്ള ഹോർമുസ് കടലിടുക്കിന്മേൽ പൂർണ്ണമായ ആധിപത്യം സ്ഥാപിക്കുക എന്നത് ഇറാന്റെ നിലവിലെ വിദേശ നയങ്ങളുടെയും പ്രതിരോധ തന്ത്രങ്ങളുടെയും കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി തങ്ങൾ വലിയ സാമ്പത്തിക ഉപരോധങ്ങൾ നേരിട്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയ ആണവ പദ്ധതിയേക്കാൾ വലിയ മുൻഗണനയാണ് ഇന്ന് ടെഹ്റാൻ ഭരണകൂടം ഈ ജലപാതയുടെ നിയന്ത്രണത്തിന് നൽകുന്നത് എന്ന യാഥാർത്ഥ്യം മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുമായി പുതിയ സൈനിക രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾക്കുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. തങ്ങളുടെ അനുമതിയില്ലാതെ കടലിടുക്കിലൂടെ സഞ്ചരിച്ച കപ്പലുകൾക്കു നേരെ ഇറാൻ വെടിയുതിർത്ത സംഭവങ്ങൾ ഈ പുതിയ തന്ത്രപരമായ നീക്കങ്ങളുടെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ അമേരിക്കയുമായി ഒപ്പുവെച്ച ഇടക്കാല സമാധാന കരാറിനെ പോലും അപകടത്തിലാക്കുന്ന തരത്തിലാണ് ഇറാന്റെ ഈ പുതിയ ഇടപെടലുകൾ. ലോകത്തെമ്പാടും വിതരണം ചെയ്യപ്പെടുന്ന മൊത്തം ഊർജത്തിന്റെ 1/5 കടന്നുപോകുന്ന ഈ നിർണായക പാത തടസ്സപ്പെടുത്തുന്നതിൽ മുൻകാലങ്ങളിൽ ഇറാൻ നേതാക്കൾ കടുത്ത മടി കാണിച്ചിരുന്നെങ്കിലും മാറിയ ആഗോള സാഹചര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ പ്രതിരോധിക്കാനും അമേരിക്കയെ ചർച്ചകളുടെ മേശയിലേക്ക് കൊണ്ടുവരാനും തങ്ങളുടെ കൈവശമുള്ള ഏറ്റവും ശക്തമായ സുവർണ ആയുധമായാണ് അവർ ഇതിനെ കണക്കാക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ നിയമപരമായ ക്രമങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും അംഗീകരിക്കുക മാത്രമാണ് അമേരിക്കയുടെ മുന്നിലുള്ള ഒരേയൊരു മാർഗമെന്ന് ഇറാനിയൻ പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ വിദേശ നയ സമിതി അംഗങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കുന്നത് ഇറാന്റെ കടുത്ത നിലപാടുകളുടെ ആഴം വ്യക്തമാക്കുന്നു. ജലപാതയുടെ പൂർണ്ണ നിയന്ത്രണം കൈക്കലാക്കാനുള്ള ഇറാന്റെ ഈ കടുത്ത വാശി അന്താരാഷ്ട്ര സമൂഹവുമായി ദീർഘകാലം നീണ്ടു നിൽക്കാവുന്ന മറ്റൊരു വലിയ തർക്കത്തിന് വഴിവെക്കുമെങ്കിലും ഈ നയത്തിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന കാര്യത്തിൽ ഇറാനിലെ ഭരണകർത്താക്കൾക്കിടയിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവുമില്ലെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു പരമാധികാര രാജ്യത്തിനും തങ്ങളുടെ ഏറ്റവും വലിയ ലിവറേജ് പോയിന്റ് അല്ലെങ്കിൽ സ്വാധീന ശക്തി ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന യുക്തിസഹജമായ കാഴ്ചപ്പാടാണ് ഇറാൻ ഭരണകൂടം ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഇറാന്റെ ഈ സുവർണ ആയുധം തങ്ങളിൽ നിന്ന് എടുത്തു കളയാൻ ആഗ്രഹിക്കുന്ന പാശ്ചാത്യ ശക്തികളുടെ നീക്കങ്ങൾ പൂർണ്ണമായും അസാധ്യമാക്കുക എന്നതാണ് അവരുടെ അന്തിമ ലക്ഷ്യം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഒപ്പുവെച്ച സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ഇടക്കാല കരാറിൽ വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിത സഞ്ചാരത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടെങ്കിലും ഈ മേഖലയുടെ അന്തിമമായ നിയന്ത്രണ അവകാശത്തെക്കുറിച്ചുള്ള വ്യവസ്ഥകൾ തികച്ചും അവ്യക്തമായിരുന്നു. 60 ദിവസത്തേക്ക് മാത്രം വാണിജ്യ കപ്പലുകൾക്ക് സൗജന്യവും സുരക്ഷിതവുമായ യാത്രാ സൗകര്യമൊരുക്കാൻ ഇറാൻ പരമാവധി ശ്രമിക്കുമെന്ന് വ്യക്തമാക്കുന്ന ധാരണാപത്രത്തെ തങ്ങൾക്ക് അനുകൂലമായാണ് ടെഹ്റാൻ വ്യാഖ്യാനിക്കുന്നത്. അതായത് നിശ്ചിത കാലയളവിലേക്ക് ഫീസോ ടോളോ ഈടാക്കാതെ കപ്പലുകളെ കടത്തിവിടാൻ സമ്മതിച്ചതിലൂടെ ജലപാതയുടെ പൂർണ്ണമായ മാനേജ്മെന്റ് അവകാശം തങ്ങളുടേതാണെന്ന് അമേരിക്ക അംഗീകരിച്ചു കഴിഞ്ഞു എന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത്. എന്നാൽ അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളായ ഗൾഫ് രാജ്യങ്ങളും ഇറാന്റെ ഈ അവകാശവാദത്തെയും വ്യാഖ്യാനങ്ങളെയും പൂർണ്ണമായി തള്ളിക്കളയുന്നുണ്ട്. കപ്പലുകൾക്ക് സുരക്ഷിതമായ പാതയൊരുക്കുക എന്നത് മാത്രമാണ് കരാറിലെ വ്യവസ്ഥകളുടെ അർത്ഥമെന്നും ബലപ്രയോഗത്തിലൂടെ കപ്പലുകളെ നിയന്ത്രിക്കാൻ ഇറാന് യാതൊരു അവകാശവുമില്ലെന്നുമാണ് അമേരിക്കയുടെ വാദം. മുൻകാലങ്ങളിൽ ആണവ കരാറുകളിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയതും നയതന്ത്ര ചർച്ചകൾക്കിടയിൽ പെട്ടെന്ന് യുദ്ധസമാനമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചതുമെല്ലാം അമേരിക്കയോടുള്ള ഇറാന്റെ അവിശ്വാസം വഷളാകാൻ കാരണം തന്നെയാണ്. ഹോർമുസിലെ തന്ത്രപ്രധാനമായ നിയന്ത്രണങ്ങളിൽ നിന്നും സ്വാധീനത്തിൽ നിന്നും ഇറാൻ പിന്നോട്ടു പോയാൽ തങ്ങളുടെ ആണവായുധ ശേഖരത്തെയും മിസൈൽ സാങ്കേതിക വിദ്യകളെയും ഇല്ലാതാക്കാനുള്ള അടുത്ത ആവശ്യങ്ങളുമായി ട്രംപ് കൂടുതൽ ശക്തമായി രംഗത്തു വരുമെന്നും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നത് ശത്രുവിനു മുന്നിൽ കീഴടങ്ങുന്നതിന് തുല്യമാണെന്നുമാണ് ഇറാന്റെ ഉന്നത വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. മുൻപ് പലതവണ കടലിടുക്ക് അടച്ചിടുമെന്ന ഭീഷണി ഇറാൻ മുഴക്കിയിരുന്നെങ്കിലും സ്വന്തം സമ്പദ് വ്യവസ്ഥയെയും ഗൾഫ് അയൽക്കാരുമായുള്ള ബന്ധത്തെയും അത് ദോഷകരമായി ബാധിക്കുമെന്ന ഭയത്താൽ അവർ അതിൽ നിന്നും പിന്മാറിയിരുന്നു. എന്നാൽ തങ്ങളുടെ പരമോന്നത നേതാവിനും ഉന്നത ഉദ്യോഗസ്ഥർക്കും നേരെ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആസൂത്രിത ആക്രമണങ്ങൾക്ക് ശേഷം തങ്ങൾക്ക് ഇനി നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്ന ചിന്തയിലാണ് ഇറാൻ ഭരണകൂടം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായാണ് തങ്ങളുടേതല്ലാത്ത എല്ലാ കപ്പലുകൾക്കും അവർ കടലിടുക്ക് അടച്ചതും ഇത് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഊർജ പ്രതിസന്ധിക്ക് കാരണമായതും. ഹോർമുസ് ഉപരോധം മൂലമുണ്ടായ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ആഗോള സമ്മർദ്ദങ്ങളുമാണ് ഇരുവിഭാഗത്തെയും ഒടുവിൽ ഒരു ഇടക്കാല കരാറിലേക്ക് എത്തിച്ചത് എങ്കിലും സ്വന്തം ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഇത്തരം കടുത്ത നടപടികൾ ഇനിയും ആവശ്യമാണെന്ന ചിന്തയിലാണ് ഇരുപക്ഷവും മുന്നോട്ടു പോകുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ തരം താഴ്ത്തപ്പെടുകയും യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള ഇറാന്റെ അവകാശത്തെ വാഷിംഗ്ടൺ ഭാഗമായി അംഗീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ടെഹ്റാന്റെ മുഴുവൻ ശ്രദ്ധയും
ഇപ്പോൾ ഹോർമുസിന്റെ പൂർണ്ണമായ അധികാരത്തിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ മേൽ വലിയ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ കാരണമായതും 1/4 നൂറ്റാണ്ടോളം നീണ്ടുനിന്നതുമായ ആണവ തർക്കങ്ങളെക്കാൾ ഇന്ന് അവർ പ്രാധാന്യം നൽകുന്നത് ഈ ജലപാതയ്ക്കാണ്. ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണമായ നിയന്ത്രണം അമേരിക്കയും സഖ്യകക്ഷികളും ഔദ്യോഗികമായി അംഗീകരിക്കുന്നതുവരെ ആണവ വിഷയത്തിലുള്ള യാതൊരുവിധ ചർച്ചകൾക്കും തങ്ങൾ തയ്യാറല്ലെന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. ഈ തന്ത്രപരമായ മാറ്റം കേവലം താൽക്കാലികമായ ഒരു പ്രതിരോധ നീക്കമല്ല, മറിച്ച് ദീർഘകാലാടിസ്ഥാനത്തിൽ തങ്ങളുടെ നിലനിൽപ്പും പ്രാദേശിക മേധാവിത്വവും ഉറപ്പാക്കാനുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആസൂത്രിത ശ്രമങ്ങളുടെ ഭാഗമാണ്. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾ നേരിടുന്ന സാമ്പത്തിക ശ്വാസം മുട്ടലുകൾക്ക് പ്രതിവിധിയായി ഹോർമുസിനെ മാറ്റിയെടുക്കാൻ ഇറാൻ നടത്തുന്ന ഈ നീക്കം ആഗോളതലത്തിൽ എണ്ണവിലയെയും കപ്പൽ ഗതാഗത സുരക്ഷയെയും സങ്കീർണമായ രീതിയിൽ ബാധിക്കും. മുൻപ് ആണവ വികസനത്തിലൂടെ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ച ടെഹ്റാൻ ഇന്ന് അതിലും വലിയൊരു ലിവറേജ് പോയിന്റായി ഹോർമുസിനെ മാറ്റിയെടുത്തത് വഴി വാഷിംഗ്ടണിന്റെ എല്ലാവിധ സൈനിക പദ്ധതികളെയും പ്രതിരോധ തന്ത്രങ്ങളെയും ഒരേ സമയം വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും ഇറാന്റെ ഈ അധീശത്വത്തെ ചെറുക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ജലപാതയുടെ നിയന്ത്രണം വിട്ടുകൊടുക്കുന്നത് തങ്ങളുടെ നാശത്തിന് തുല്യമാണെന്ന് കരുതുന്ന ഇറാൻ നയതന്ത്ര മേഖലയിൽ തങ്ങളുടെ അവസാനത്തെ അടവും പ്രയോഗിക്കാൻ മടിക്കില്ല എന്ന സൂചനയാണ് നിലവിലെ സംഭവ വികാസങ്ങൾ നൽകുന്നത്. വരും നാളുകളിൽ മിഡിൽ ഈസ്റ്റിലെ സമാധാന അന്തരീക്ഷം നിർണയിക്കുന്നതിൽ ആണവ ചർച്ചകളേക്കാൾ വലിയ പങ്കുവഹിക്കുക ഹോർമുസ് കടലിടുക്കിലെ ഈ അധികാര തർക്കങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.